ഇത് വളരെ വിശദമായൊരു ജഡ്ജ്മെൻ്റാണ്. 415 പേജുള്ള ജഡ്ജ്മെൻ്റാണ്. ആ ജഡ്ജ്മെൻറ്റ് ഗവർണറുടെ അതുപോലെ തന്നെ ബില്ലുകളിലുള്ള പ്രസിഡൻറ്റിൻ്റെയും അധികാരം സംബന്ധിച്ച് ഇതിനു മുൻപ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള വിധികൾ, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും നിലവിലുള്ള സ്ഥിതി എന്താണ്, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ നിയോഗിച്ചിട്ടുള്ള വിവിധ കമ്മീഷനുകൾ, സർക്കാരിയ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ, ഇവരെല്ലാം നടത്തിയിട്ടുള്ള ശുപാർശകൾ എന്താണ്, വെങ്കടചെല്ലയ്യ കമ്മീഷൻ്റെ ശുപാർശ എന്താണ്, ഇങ്ങനെ വളരെ സമഗ്രമായി എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ വിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു ഓപ്പൺ കോർട്ട് റിമാർക്സ് പൊതുവായ കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുതത്വം ആവിഷ്കരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. വളരെ കവേഡായിട്ടുള്ള ജഡ്ജ്മെൻ്റായിട്ടാണ് ഒരു നിയമ വിദ്യാർത്ഥി തമ്മിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വളരെ വിശദമായി തന്നെ ഈ പ്രശ്നത്തെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് ഈ സമയക്രമം നിശ്ചയിക്കുന്നതിലുള്ളത്. നേരത്തെ കമ്മീഷനുകളും സമയക്രമം നിശ്ചയിച്ചുകൊണ്ടുള്ള ശുപാർശകളാണ് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായിട്ടുള്ള ഫെഡറലിസം, അതുപോലെ തന്നെ ജനാധിപത്യം, ഇത് രണ്ടിനകത്തും ഉറപ്പിച്ചു നിർത്തുന്നതാണ് വിധി. ഈ വിധിയുടെ ഒരു പ്രത്യേകത, ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ വിധി അടയാളപ്പെടുത്താൻ പോകുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനത്തെ, ജനാധിപത്യത്തെ മുൻനിരയിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന ഒരു വിധി എന്ന നിലയിലായിരിക്കും. അതിനെ മറികടക്കാനുള്ള നാമനിർദ്ദേശ സംവിധാനങ്ങളെ അല്ല ശരി, ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്, ജനങ്ങളുടെ അഭിപ്രായമാണ്, ജനഹിതമാണ് പ്രധാനം എന്ന് വിലയിരുത്താനായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് സമയക്രമങ്ങൾ വന്നിരിക്കുന്നു. വീറ്റോ പവർ ഇല്ല. ഒരു കാര്യം കൂടി, അത് ഞങ്ങൾ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു നിയമം ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് വിലയിരുത്താനുള്ള അധികാരം ഭരണഘടനാപരമായി തന്നെ നീതിന്യായ സംവിധാനത്തിനാണുള്ളത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്രാവയറാണോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അത് നീതിപീഠമാണ് വിലയിരുത്തേണ്ടത്. അത് ഗവർണറോ അല്ലെങ്കിൽ തന്നെ പ്രസിഡൻറ്റോ അല്ല അത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. സാധാരണ നടപടിക്രമങ്ങളിപ്പോൾ അതിനകത്ത് തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിരുമെന്ന് വിത്തോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. അത് തന്നെ നേരത്തെ ഞങ്ങളെല്ലാം വ്യക്തമാക്കാൻ ശ്രമിച്ചതാണ്. വിത്തോൾഡ് ചെയ്യുക എന്നുള്ളത് ഈ തീരുമാനത്തിൻ്റെ നടപടിക്രമം തിരിച്ചയച്ച് വരുന്നത് വരെയുള്ള സമയത്തെക്കുറിച്ചുള്ളതാണ്. അത് ഒറ്റയ്ക്ക് നിൽക്കുമെന്നല്ല. അതുപോലെ തന്നെ ഭരണഘടന വ്യക്തമാണ്, ഷാൽ ഡിക്ലെയർ എന്നുള്ളതാണ്. ഷാൽ എന്ന് തന്നെയാണ് ഭരണഘടന അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും ഈ ദൗത്യം ഗവർണർ നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ വളരെ വിശദമായ വിശകലനത്തിന് ശേഷമാണ് ഉന്നത നീതിപീഠം ഈ വിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ വിധി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാഗതാർഹമാണ്. അതനുസരിച്ചുള്ള നടപടി ഇപ്പോൾ തമിഴ്നാട് ആ ബില്ലുകളെല്ലാം തന്നെ നിയമമാക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ ഇതിനകത്തും ഇനി വരുന്ന കേസുകളിലും ഇതിൻ്റെ വെളിച്ചത്തിലായിരിക്കും വിധി ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് ഓരോന്നിൻ്റെയും ഫാക്ട്സ് എങ്ങനെയാണ് നോക്കിയിട്ടായിരിക്കും. നമ്മുടെ കയ്യിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേസ് കൊടുത്തപ്പോൾ സമാനമായ രീതിയിൽ തന്നെ നേരെ പ്രസിഡൻറ്റിൻ്റെ അസൻറ്റിന് വിട്ടു. പ്രസിഡൻ്റ് അത് നിഷേധിച്ചുകൊണ്ടാണ് അയച്ചത്. ഒറ്റ വാചകമാണ്. അപ്പോൾ വീറ്റോ പവർ ഇല്ല എന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്ന് വിട്ടത് ശരിയായോ, വിട്ടപ്പോൾ ചെയ്തത് ശരിയായോ, ഈ രണ്ട് പ്രശ്നവും സുപ്രീം കോടതി പരിശോധിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം കൂടി വലിയൊരു ബെഞ്ചിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടെന്നും വരും. അവർക്കൊരു ആവശ്യമായി നിൽക്കുന്നത് കൊണ്ട് എന്തായാലും ഇത് ഈ വിധിക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ അവനെ സംബന്ധിച്ചാണ്, തമിഴ്നാടിനെ സംബന്ധിച്ചാണ്, ബില്ലുകളെ സംബന്ധിച്ചാണ് ബാധകമെങ്കിലും ഭാവിയിൽ നിയമസഭകൾ അവതരിപ്പിച്ച് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകൾക്കും ഉള്ള മാർഗനിർദ്ദേശം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്നലത്തെ എന്താണെന്നുള്ളതിനേക്കാളും പ്രധാനം ഇനി വരാനിരിക്കുന്ന ബില്ലുകൾ എങ്ങനെയായിരിക്കും. അതിലൊരു കാര്യം കൂടി ആ വിധിക്കകത്ത് പറയുന്നുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അത് നേരത്തെ ഷംസേർ സിംഗ് കേസ് മുതൽ ഇങ്ങോട്ടുള്ളതിലെല്ലാം സുപ്രീം കോടതി ആവർത്തിച്ചുറപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശവും കേന്ദ്ര ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് താല്പര്യവും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ എവിടെയാണ് ഗവർണർ നിൽക്കേണ്ടത്? അതിൽ വിധി പറയുന്നത് ഗവർണർ നിൽക്കേണ്ടത് സ്റ്റേറ്റ് മന്ത്രിസഭയുടെ, സംസ്ഥാന മന്ത്രിസഭയുടെ അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് നിൽക്കേണ്ടത്, അല്ലാതെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല എന്നും സുവ്യക്തമായി തന്നെ സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റായി തന്നെ ഇത് നമുക്ക് പരിഗണിക്കാം.